of his works focused on social process. Very early in his career, fathoming and explaining the strategies of social exclusions worked out by dominant classes became his passion, which he nurtured and sustained all through. Long before the subaltern studies, volumes purporting to be history from below became fashionable in 1980s, and thereafter he had already got his Shudras in ancient India, a social history of a lower order down to AD 600, published in 1958. It was indeed one of the early manifestations of commitment of people of India, to which he remained hooked till his last breath. അപ്പോൾ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ഇവർ ജാതി വ്യവസ്ഥേനെ എതിർക്കുന്നുണ്ട്. അതേപോലെ ദ ഹോൾ ഗാമട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണവ്യാപ്തിയിൽ നോക്കുകയാണെങ്കിൽ സോഷ്യൽ പ്രോസസ്സിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ത്? ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ വെരി ഏർലി ഇൻ ഹിസ് കാരിയർ ഫാത്തോമിങ് മീൻസ് ആഴ്ന്നിറങ്ങുക. എന്തിലേക്കാണ് ആഴ്ന്നിറങ്ങുന്നത്? ഫാത്തോമിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് സ്ട്രാറ്റജീസ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ വർക്ക്ഡ് ഔട്ട് ബൈ ഡോമിനൻ്റ് ക്ലാസ്സസ് ബിക്കെയിം ഹിസ് പാഷൻ. അതായത് ആധിപത്യം സ്ഥാപിക്കുന്ന വിഭാഗങ്ങളെക്കുറിച്ച് എടുത്ത് പറയുക. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ, റൂളിംഗ് ക്ലാസ്സസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ്സ് ഉണ്ട്, സൈനികരുണ്ട്, ഒഫീഷ്യൽസ് ഉണ്ട്, പ്രീസ്റ്റ് ഉണ്ട്, അങ്ങനെ ഡോമിനൻ്റ് ആയിട്ടുള്ള കുറേ ക്ലാസ്സസ് ഉണ്ട്. അവരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിച്ച് ഹി നർച്ചേർഡ് ആൻഡ് സസ്റ്റെയിൻഡ് ഓൾ ത്രൂ. നർച്ചർ മീൻസ് എന്താണ്? വളർത്തിയെടുക്കുക. സസ്റ്റെയിൻഡ് നിലനിർത്തുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലോങ് ബിഫോർ ദ സബാൾട്ടൻ സ്റ്റഡീസ്. ഇപ്പോൾ സബാൾട്ടൻ സ്റ്റഡീസിൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ, സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീഴാളവർഗ പഠനമൊക്കെ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ വോളിയംസ് പർപോർട്ടിങ് ടു ബി ഹിസ്റ്ററി ഫ്രം ബിലോ, ഏറ്റവും താഴ്ന്ന ആളുകളെ കുറിച്ചുള്ള പഠനമൊക്കെയാണ് നടത്തുന്നത്. അതൊരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു 1980 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാർ അല്ലേ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ശൂദ്രന്മാരെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആ ശൂദ്രന്മാരെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി RS ശർമ്മ ഒരു കൃതി എഴുതുകയുണ്ടായി. അതാണ് എ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ദ ലോവർ ഓർഡർ ഡൗൺ ടു AD 600. അത് 1958 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വർക്കിലൂടെ പ്രധാനമായിട്ടും പ്രത്യക്ഷമാക്കുകയാണ് കുറച്ച് അദ്ദേഹത്തിന് താല്പര്യമുള്ള കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഏറ്റവും താഴ്ന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപത്തിയാണ് അദ്ദേഹം ഇത്തരം രചനകളിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബ്രീത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു അംശമായിട്ടാണ് പറയുന്നത്. RS Sharma pioneering study of Shudras unhesitatingly described them as the laboring class and simultaneously focused on the different layers. Further, it not only investigated the vicissitudes of their material condition, changes therein studied in time sequence indicated on the basis of archaeology and inscription, but also attempted to reflect the complexities of their economic and social relations with the members of the higher and highly privileged varnas. അപ്പോൾ RS ശർമാസ് പോയിനറിങ് സ്റ്റഡി ഓഫ് ശൂദ്രാസ്. RS ശർമ്മ ശൂദ്രന്മാരെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളും ഇത്തരത്തിലുള്ള പഠനങ്ങൾ മടിയില്ലാതെ നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ താഴ്ന്ന തട്ടിലുള്ള ആൾക്കാരെ ലേബറിങ് ക്ലാസ്സസ് ആയിട്ട് കരുതുകയും അവരെ സമൂഹത്തിലെ വിവിധ തട്ടുകളായിട്ട് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് അവരെങ്ങനെ മാറി എന്നതിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫർദർ ഇറ്റ് നോട്ട് ഓൺലി ഇൻവെസ്റ്റിഗേറ്റഡ് ദ വിസിറ്റിറ്റുവേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റമാണ്, ചേഞ്ചസ് ആണ് ഇൻ ദെയർ മെറ്റീരിയൽ കണ്ടീഷൻ. എങ്ങനെ ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ചേഞ്ചസ് ദെയർ സ്റ്റഡീസ് ഇൻ ടൈം സീക്വൻസ് എന്ന് പറഞ്ഞാൽ ക്രമമാണ്. ഇൻഡിക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ആർക്കിയോളജി ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ്. പുരാവസ്തുപരമായ കാര്യങ്ങളുടെയും അതേപോലെ ഇൻസ്ക്രിപ്ഷൻസ് കൊത്തുപണികളുടെയും
ബുക്സിൻ്റെയും ഒക്കെ സഹായത്താൽ ചരിത്രം പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പീപ്പിൾസ് വിവിധ ലെയേഴ്സ് ആയിട്ട് മാറുന്നത്, അവരെ എങ്ങനെ ഉദ്ധരിച്ച് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഓൾസോ അറ്റംപ്റ്റഡ് ടു റിഫ്ലക്റ്റ് ഓൺ കോംപ്ലക്സിറ്റീസ് ഓഫ് ദെയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ജനങ്ങളെ ഉദ്ധരിച്ച് മേൽത്തട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ട് വരും. അവരുടേതായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കുറേ ഘടകങ്ങളുണ്ട്. അതേപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ വിത്ത് മെമ്പേഴ്സ് ഓഫ് ദ ഹയർ ആൻഡ് ഹൈലി പ്രിവിലേജ്ഡ് വർണ്ണാസ്, ആ ബന്ധങ്ങളൊക്കെയാണ് പിന്നീട് വർണ്ണ സമ്പ്രദായത്തിൻ്റെ ആഴത്തിലുള്ള വേരുകളായിട്ട് മാറിയത്. വർണ്ണ എന്ന് പറയുന്നത് അറിയാലോ, വിവിധ ജാതികളായിട്ട് ജനങ്ങളെ തരംതിരിക്കുക. ബ്രാഹ്മണർ എന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നും ജനങ്ങളെ പല തട്ടുകളായിട്ട് തരംതിരിക്കുന്ന ആ ഒരു ജാതി സമ്പ്രദായമൊക്കെ ഇല്ലേ, അതൊക്കെ പൊളിച്ച് എഴുതണം. അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വരണം. ജനങ്ങളെ ലെയറായിട്ട് തിരിക്കരുത്, ജനങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നിങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് ആർക്കുണ്ടായത്? R.S. ശർമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ശർമാസ് മാഗ്നം ഓപ്പസ് ഇന്ത്യൻ ഫ്യൂഡലിസം 300 to 1200 has been a landmark monograph and challenged the age-old notion about stages in the development of structures and the process of power centers in the early Indian society. Indian feudalism presented the feudalism not as a jargon for defining parameters of mere political authorities, but as definite marker in the evolution of the Indian society. അപ്പോൾ ശർമ്മയുടെ മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള, മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞാൽ മഹത്തായ രചനയാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ ഫ്യൂഡലിസത്തെ കുറിച്ചുള്ളത്. 300 to 1200 വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു മോണോഗ്രാഫ് എന്ന് പറഞ്ഞതാണ് ഏക വിഷയ പ്രബന്ധം നമുക്ക് തരുന്നുണ്ട്. ചലഞ്ചഡ് ദ ഏജ് ഓൾഡ് നോഷൻ, അതായത് വെരി ന്യൂ ബോൺ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കൂടെ, അല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ വിവിധ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഒക്കെ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. പ്രോസസ് ഓഫ് പവർ സെൻറ്റേഴ്സ് ഇൻ ദ ഏർലി ഇന്ത്യൻ സൊസൈറ്റി, ആദ്യകാല ഇന്ത്യൻ സമൂഹത്തിലെ പ്രധാനപ്പെട്ട പവർ സെൻറ്റേഴ്സ് ആരൊക്കെയായിരുന്നു എന്നും അത് എങ്ങനെയുള്ള പ്രോസസ്സ് ആയിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യൻ ഫ്യൂഡലിസം പ്രസൻറ്റഡ് ഫ്യൂഡലിസം നോട്ട് എ ജാർഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദപ്രയോഗം. വെറും ഫ്യൂഡലിസം എന്ന വാക്ക് വെറും ഒരു പദപ്രയോഗം മാത്രമായിട്ട് ഇന്ത്യൻ ഫ്യൂഡലിസത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല. മറിച്ച് ഇത് ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയെ കുറിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഡെഫിനിറ്റ് മാർക്കർ ഇൻ ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റീൻ്റെ പരിണാമത്തെക്കുറിച്ച് തന്നെ പറയുന്നതാണ് പ്രധാനമായിട്ടും ഈ ഫ്യൂഡലിസം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. Focusing on the changing order of the land right, hierarchy of landed intermediaries, beneficiaries emerging between the real tillers of the soils and the state, and such new stakeholders in land being endowed with the numerous fiscal, administrative, judicial and policing powers, Sharma could mark the beginning of the medieval period in Indian history with the emergence of his feudal social formation. This new formation was particularly noticeable for the subjection, exploitation and immobility of all forms of labor, both agristic and artisanal. അപ്പോൾ ഫോക്കസിങ് ഓൺ ദ ചേഞ്ചിങ് ഓർഡർ ഓഫ് ദ ലാൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ മേലുള്ള അവകാശങ്ങളിലെ ആ അവകാശങ്ങളെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഹൈറാർക്കി ഓഫ് ലാൻഡഡ് ഇൻ്റർമീഡിയറീസിനെ കാണാൻ കഴിയും. എന്താ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ? ശ്രേണീബദ്ധമായിട്ടുള്ള, അല്ലേ? ഇവിടെ ലാൻഡഡ് ഇൻ്റർമീഡിയറീസ്, അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും മുകളിലെ രാജാവ്, അതിൻ്റെ താഴെ പ്രഭു, അതിൻ്റെ താഴെ ഇടത്തരക്കാർ, അതിൻ്റെ താഴെ കർഷകരും മറ്റു വിഭാഗങ്ങളും, ഏറ്റവും താഴെ അടിയാളന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് തരംതിരിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഇൻ്റർമീഡിയറീസിനെ കുറിച്ച്, പിന്നെ അതേപോലെ തന്നെ ഇവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ബെനിഫിഷ്യറീസ്, ഇത് ആർക്കാണ് ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത്, അവരെക്കുറിച്ച് ഒക്കെയുള്ള എമർജിങ് ബിറ്റ്വീൻ ദ റിയൽ ടില്ലേഴ്സ് ഓഫ് സോയിലിൽ പണിയെടുക്കുന്ന പ്രധാനപ്പെട്ട ആളുകളുടെ ഉദയം, അവരെക്കുറിച്ച്, അതേപോലെ തന്നെ ദ സ്റ്റേറ്റ് ആൻഡ് സച്ച് ന്യൂ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഹരി ഉടമകൾ, ആ ഓഹരി ഉടമകളുടെ വളർച്ച, അതേപോലെ ഫിസിക്കലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവായിട്ടും ജുഡീഷ്യലായിട്ടും
അതേപോലെ പോലീസിങ് പവറായിട്ടും ഒക്കെ ആയിട്ടുള്ള വളർച്ചകളെ കുറിച്ചൊക്കെ ആര് പറയുന്നുണ്ട്? R.S. ശർമ്മ പറയുന്നുണ്ട്. ശർമ്മ കുഡ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ മിഡീവൽ പീരീഡ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി വിത്ത് ദ എമർജൻസ് ഓഫ് ദിസ് ഫ്യൂഡൽ സോഷ്യൽ ഫോർമേഷൻ. ഫ്യൂഡൽ സോഷ്യൽ ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവരണമാണ് R.S. ശർമ്മ മിഡീവൽ പീരീഡിനെ കുറിച്ച് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ തരത്തിലുള്ള ഫോർമേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്തിനെ കുറിച്ചൊക്കെയാണ് കാണിക്കുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇമ്മൊബിലിറ്റി. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂഷണം അല്ലേ? ഇമ്മൊബിലിറ്റിയോ അചഞ്ചലത. എന്തുമായി ബന്ധപ്പെട്ടത്? ഓഫ് ഓൾ ഫോംസ് ഓഫ് ലേബർ, ബോത്ത് അഗ്രസ്റ്റിക് ആൻഡ് ആർട്ടിസണൽ. അഗ്രസ്റ്റിക് മീൻസ് ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടത്. ആർട്ടിസണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കരകൗശല വിദഗ്ധരുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഇതിന്നൊക്കെ എന്താ നമുക്ക് മനസ്സിലാവേണ്ടത്? സമൂഹത്തിലെ ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ടിട്ട് എത്ര തരംതിരിവുകളുണ്ടോ അത്രയും തരംതിരിവുകളെ പലതരത്തിലുള്ളത്, അതായത് ഫിസിക്കലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവായിട്ടും ജുഡീഷ്യലായിട്ടും പോളിസി പവർ, അങ്ങനെ ഒരുപാട് തരംതിരിവുകളായിട്ട് സമൂഹത്തെ തരംതിരിക്കുന്നു. ആ തരംതിരിവുകളെ ഫ്യൂഡൽ സോഷ്യൽ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിവരിച്ചു തരികയാണ് ആര് ചെയ്യുന്നത്? R.S. ശർമ്മ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ചെയ്യുന്നത്. ഡെലിവറിങ് ദ ജനറൽ പ്രസിഡൻറ്റ്സ് അഡ്രസ് അറ്റ് ദ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്, he lamented over the fact that the role of women in the process of production had not received the attention of scholars, that he was constantly mulling over the issues concerning and controlling women is evident in the essay on historical aspects of Sati. He was not just a classroom preacher, he took his craft into public domain and like a true activist ceaselessly fought the communal obscurantistic, casteist and fascist forces throughout his life. During 6 decades of his active academic career, Sharma had written so prolifically to spread scientific historical consciousness among his readers. അപ്പോൾ ഡെലിവറിങ് ജനറൽ പ്രസിഡൻറ്റ്സ് അഡ്രസ് അറ്റ് ദ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഹി ലാമെൻറ്റഡ് ഓവർ ദ ഫാക്ട് ദാറ്റ് ദ റോൾ ഓഫ് വുമൺ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, സ്ത്രീകളുടെ റോളിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. നോട്ട് റിസീവ്ഡ് ദ അറ്റൻഷൻ ഓഫ് സ്കോളേഴ്സ്. ഇതുവരെ വുമൺസ് എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വുമൺസിൻ്റെ റോൾ എന്താണെന്ന് ഒരു സ്കോളേഴ്സും അത്ര ഡീപ്പായിട്ട് ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ജനറൽ പ്രസിഡൻഷ്യൽ അഡ്രസ് അറ്റ് ദ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിൽ വെച്ചിട്ട് അദ്ദേഹം ആരെ പരാമർശിച്ചത്? സ്ത്രീകൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ചെയ്യുന്ന റോളിനെ കുറിച്ച് പരാമർശിച്ചത്. ദാറ്റ് വാസ് കോൺസ്റ്റൻ്റ്ലി മള്ളിങ് ഓവർ ദ ഇഷ്യൂസ്. മള്ളിങ് മീൻസ് എന്താണ്? മാലിന്യം അല്ലെങ്കിൽ കുഴപ്പം അല്ലേ? ഓവർ ദ ഇഷ്യൂസ് കൺസേണിങ് ദ confronting women in evident in the essay on historical aspect of Sati. അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് ഓഫ് സതി എന്ന് പറയുന്നതാണ്. അതിലാണ് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന, കൺഫ്രണ്ടിങ് മീൻസ് എന്താണ്? അഭിമുഖീകരിക്കുക അല്ലേ? അഭിമുഖീകരിക്കുന്ന വേരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഹി വാസ് നോട്ട് ജസ്റ്റ് എ ക്ലാസ് റൂം പ്രീച്ചർ, he took his craft into public domain and like a true activist. അദ്ദേഹം വെറുമൊരു ക്ലാസ് റൂം പ്രീച്ചർ മാത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഒരു ട്രൂ ആക്ടിവിസ്റ്റ് ആയിരുന്നു. സീസ്ലെസ്ലി ഫോർട്ട് ദ കമ്മ്യൂണൽ. സീസ്ലെസ്ലി മീൻസ് എന്താണ്? ഇടതടവില്ലാതെ പോരാടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പോരാടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഓബ്സ്ക്യൂറൻറ്റിസ്റ്റ് മീൻസ് അവ്യക്തവാദി. അതേപോലെ കാസ്റ്റിസ്റ്റ് ആൻഡ് ഫാസിസ്റ്റ് ഫോഴ്സസ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. ജീവിതത്തിലുടനീളം അദ്ദേഹം ഏതെല്ലാം മേഖലകളെ ഫേസ് ചെയ്തിട്ടുണ്ടോ ആ ഫേസ് ചെയ്ത മേഖലകളെക്കുറിച്ച് മുഴുവനും അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ട്രൂ ആക്ടിവിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് 6 decades, ഏകദേശം 6 പതിറ്റാണ്ടോളം നീളുന്ന അദ്ദേഹത്തിൻ്റെ ആക്റ്റീവായിട്ടുള്ള അക്കാഡമിക് കരിയറിൽ ശർമ്മ ഹാഡ് റിട്ടൺ സോ prolifically to spread scientific historical consciousness amongst his reader. 6 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് കരിയറിൽ അദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. ആ കൃതികളിലെല്ലാം സ്പ്രെഡ് ചെയ്യുന്ന എന്താണ്? സയൻറ്റിഫിക് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്, ശാസ്ത്രീയപരമായ
ചരിത്രപരമായ അവബോധം ജനങ്ങളിലേക്ക്, അദ്ദേഹത്തിൻ്റെ വായനക്കാരിലേക്ക്, അദ്ദേഹത്തിൻ്റെ അനുവാചക ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ആര് ശ്രമിച്ചുകൊണ്ടിരുന്നു? RS ശർമ്മ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏകദേശം അദ്ദേഹം എല്ലാ മേഖലകളെക്കുറിച്ചും ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഗവൺമെൻറ്റിനെ കുറിച്ചാണെങ്കിലും സ്റ്റേറ്റിനെ കുറിച്ചാണെങ്കിലും ഇൻ്റർമീഡിയറീസിനെ കുറിച്ചാണെങ്കിലും അതേപോലെ തന്നെ ഏറ്റവും താഴെ തട്ടിലെ ഡൗൺ ട്രോഡൺ ആയിട്ടുള്ള ശൂദ്രാസ് പോലെയുള്ള ആളുകളെ കുറിച്ചാണെങ്കിലും അവസാനം സ്ത്രീകളെ കുറിച്ചും ആര് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പരാമർശിച്ചു? RS ശർമ്മ പരാമർശിച്ചു. അപ്പോൾ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന ഒരു മഹത്തായ ഒരു ചരിത്ര രചനയ്ക്ക് ഉതകുന്ന ഉപദാനങ്ങൾ നൽകുന്ന ഒരു മഹത്തായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ആര്? RS ശർമ്മ. ഇതൊക്കെയാണ് RS ശർമ്മയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്